കുറച്ച് ചക്കക്കുരു കിട്ടിയതുകൊണ്ട് ചക്കക്കുരു മെഴുക്ക് പുരട്ടിയാണ് ഇന്നത്തെ റെസിപ്പി. ഇത് രണ്ട് മൂന്ന് തരം ചക്കയുടെയാണ് കേട്ടോ. ചക്കക്കുരു കുറച്ചുള്ളത് കൊണ്ട് അതൊന്നും കളയണ്ടെന്ന് വിചാരിച്ചു, എപ്പോഴും കിട്ടുന്നതല്ലല്ലോ. അപ്പോൾ മിസ് ചാൻഡീസിൻ്റെ പുതിയ ഈ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാണ് നമ്മൾ മെഴുക്ക് പുരട്ടി വെക്കുന്നത്. നമ്മുടെ ട്രഡീഷണൽ ചക്കക്കുരു മെഴുക്ക് പുരട്ടിയില്ലേ, അതാണ് ചെയ്യുന്നത്. നാടൻ ഭക്ഷണമാണ് നല്ലത്, അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് നല്ലത്. ഹോം ഫുഡ് ഈസ് ദി ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി നമ്മുടെ സ്പൈസ് ലെവൽ അനുസരിച്ചിടാം. പിന്നീട് മഞ്ഞൾ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു തണ്ട് കറിവേപ്പില ഇടാം. ഈ ചക്കക്കുരു വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഇത് ഞാൻ ഈയിടെ മയക്കിയ ചട്ടിയാണിത്. ചട്ടി എങ്ങനെയാണ് മയക്കുന്നതെന്നുള്ള വീഡിയോ ഞാനത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ചട്ടി വാങ്ങിയതിന് ശേഷം അതെങ്ങനെയാണ് മയക്കുന്നത് എന്നറിയാനായിട്ട് ആ വീഡിയോ കണ്ടു നോക്കുക. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും, അപ്പോൾ വരുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പും എരിയും ഒക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കണം. അതിന് ശേഷം നമുക്ക് തീ കത്തിച്ചതിന് ശേഷം ഇതടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം. ചക്കക്കുരു കട്ടിയുള്ളത് കൊണ്ടും അതുപോലെ ചക്കക്കുരുവിൻ്റെ ടൈപ്പ് അനുസരിച്ചുമൊക്കെ ഒരു 10-15 മിനിറ്റെങ്കിലും മിനിമം വേണ്ടി വരും ചക്കക്കുരു വേകാൻ. അതുപോലെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുത്താൽ മതി, ചക്കക്കുരു അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്നതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ എല്ലാം ഒരുപോലെ വേകാനായിട്ട്. ഇതിപ്പോൾ വെള്ളമൊക്കെ പറ്റി ഒരല്പം വെള്ളമുണ്ട്, സാരമില്ല, നമുക്കത് കടുക് വറുക്കുമ്പോൾ അതിനകത്ത് ഇട്ടാൽ മതി. ഒരല്പം വെള്ളമുണ്ട്, നമുക്ക് പരുവത്തിനായിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോകരുത്, ചക്കക്കുരു പൊടിഞ്ഞു പോകും. ഇനി ഇത് നമുക്ക് കടുക് വറുത്ത് മെഴുക്ക് പുരട്ടി ആക്കണം. ഇതുവരെ നമ്മൾ മെഴുക്ക് അഥവാ എണ്ണ ഒഴിച്ചില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊരല്പം ബേസിന് കട്ടിയുള്ളൊരു പാൻ വയ്ക്കാം. തീ കത്തിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്കകത്ത് ഇത് ചെയ്യുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ടു, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, ചെറുതായിട്ടരിഞ്ഞ കൊച്ചുള്ളി, ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇടാം. ഇതിന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മെഴുക്ക് പുരട്ടി റെഡിയാവും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് നിന്ന് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നന്നായിട്ടിത് മൂത്തിട്ടുണ്ട്. ഇതാണ്ടേ നല്ല ചക്കക്കുരു മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സജഷൻസ്, വിലയേറിയ ഫീഡ്ബാക്കൊക്കെ കമൻസായിട്ട് പോസ്റ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു വിഭവമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്.